അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഒരു ഹാപ്പി ദിവാലി. ദിവാലി കഴിഞ്ഞിട്ടാണ് ഞാൻ ദിവാലിയുടെ ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്യണത്. എൻ്റെ ഓഫീസിലൊരു ദിവാലി സെലിബ്രേഷൻ്റെ കുറച്ച് ക്ലിപ്സുകളും അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് രംഗോലി ഇടുന്നത്. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ലടോ. ഞാൻ വിചാരിച്ചത് ഈ പൂക്കളൊക്കെ നമ്മൾ ഓണത്തിനിട്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുപോലെ അങ്ങോട്ട് സുഖമായിട്ട് ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഹെൽപ്പ് ചെയ്യാൻ പോയിരുന്നത്. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടുന്ന പടിയല്ല എന്നത്. ഭയങ്കര കോൺസെൻട്രേഷനോടെ അവർ എന്ത് നൈസായിട്ടാണോ അതൊക്കെ ഇടണേന്ന് കണ്ടോ. നിങ്ങളിപ്പോൾ 2-3 കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് ഇതൊക്കെ. എനിക്കത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശ്വര ഇത് എന്താ ഇത്, ഈ ഒരു ചെറിയ രംഗോളി പൗഡർ കൊണ്ട് പൊടി കൊണ്ടൊക്കെ ഇത്രയും സൂപ്പറായിട്ട് ഓരോന്നൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര വണ്ടറായിട്ട് തോന്നിയൊരു മൊമെൻ്റ് കേട്ടോ. ആസ് എ കേരള ഫ്രം മലയാളി, ഒരു മുംബൈയിൽ വന്ന് ഫസ്റ്റ് ദിവാലി സെലിബ്രേഷൻ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പോലത്തെ ഒരു ജേണിയാണ് അവരെ കാണിച്ചത്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമുക്കൊക്കെ ഇത്ര ഇതായിട്ട് ഇടാനായിട്ട് പറ്റുമെന്ന്. അഫ്കോഴ്സ് അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ സ്ഥിരം വീട്ടിലൊക്കെ ഇടുന്നവരായിരിക്കാം. പക്ഷേ ആ ഒരു ചെറിയ പൗഡർ കൊണ്ട് ഇത്രയും വലിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ ഓഫീസിൻ്റെ അവിടേക്കുള്ള വഴിയാണ് കേട്ടോ. എൻ്റെ ഓഫീസ് എൻ്റെ 5th ഫ്ലോറിലാണ്. 5th ഫ്ലോറിൽ ഉള്ള ഓഫീസുകളിൽ ഓരോരുത്തർ ഇട്ടേണതാണ് ഈ കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഓഫീസിൻ്റെ പുറത്തേക്കുള്ള ഒരു സൈഡിലെ വ്യൂ ആണ് കേട്ടോ അത്. ഇതുണ്ടോ ഇന്ത്യയുടെ സംഭവം, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞ് നമ്മുടെ നടന്നില്ലേ, അതിനെയൊക്കെ ബേസ് ചെയ്ത് കുറേ ഉണ്ടായിരുന്നു. ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ശരിക്കും കോമ്പറ്റീഷൻ അല്ലാത്ത രീതിയിലാണ്. ഞങ്ങളൊന്നും കോമ്പറ്റീഷനിൽ നമുക്ക് പ്രൈസ് കിട്ടണം എന്നുള്ളതിലല്ല. ഇതൊരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ് നമ്മൾ ഓഫീസിലൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം ആഘോഷിക്കുന്നത് കൊണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിലും ദീപാവലി സെലിബ്രേഷൻസ് ഒന്നും ഇല്ലയെന്നില്ല, പക്ഷെ ഇത്രയും അത്ര ഭയങ്കര ഹൈപ്പ് കൊടുത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. നമ്മളെല്ലാവരും ദീപമൊക്കെ കത്തിച്ച് വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളും ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി വേറൊരു കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു വലിയ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഫസ്റ്റ് ടൈം രംഗോലി ഇട്ടിൻ്റെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഒരുപാട് സംഭവം ഞാൻ ഇട്ടില്ല, ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് ആ രംഗോലി പൗഡർ അവിടെ കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ അത് തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. 2 ഫ്ലോർ മാത്രമേ ഞാൻ ഈ നടന്ന് കണ്ടിട്ടുള്ളൂ. ആ 2 ഫ്ലോറിൻ്റെ ക്ലിപ്പാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.